BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. LDF അധികാരത്തിൽ വരും മുൻപ് പെൻഷൻ 2500 രൂപ കൊടുക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ 900 രൂപ നഷ്ടമാണ്. 2026-ൽ 100-ലധികം സീറ്റുമായി UDF തിരിച്ചുവരും. VD സതീശൻ. LDF സർക്കാർ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സർക്കാർ എന്തു കൊടുത്താലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. LDF സർക്കാരിന്റെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ ജാള്യത മറയ്ക്കുവാനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. LDF അധികാരത്തിൽ വരും മുൻപ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2500 രൂപ കൊടുക്കും എന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. 4.5 കൊല്ലം ഇത് ചെയ്തില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് 400 രൂപ കിട്ടി. യഥാർത്ഥത്തിൽ 900 രൂപ നഷ്ടമാണ്. അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുവാൻ പറ്റില്ലെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ക്ഷേമനിധികൾ ഇതുപോലെ മുടങ്ങിയ കാലമുണ്ടായിട്ടില്ല. ജീവനക്കാർക്ക്, അധ്യാപകർക്കും പെൻഷൻകാർക്കും എല്ലാം ഈ സർക്കാർ കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടി രൂപയാണ്. നയനാർ സർക്കാരാണ് പെൻഷൻ കൊടുത്തു തുടങ്ങിയതെന്ന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വർധനയാണെന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ആശാവർക്കർമാരുടെ സമരത്തെ പരിഹസിച്ച സർക്കാരാണ് 33 രൂപ കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ആശാവർക്കർമാരുടെ ഓണറേറിയം ഗൌരവമായി വർദ്ധിപ്പിക്കണം. അത് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. 4.5 കൊല്ലം ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു സർക്കാർ. 18 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നു എന്നത് CPM ക്യാപ്സ്യൂളാണ്. അത് തെളിയിക്കുവാൻ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും വെല്ലുവിളിക്കുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. 100-ലധികം സീറ്റുമായി 2026 UDF തിരിച്ചുവരുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസാണ്. കോൺഗ്രസിൽ കുഴപ്പമെന്നത് CPIM നരേറ്റീവാണ്. ഇപ്പോൾ LDFിലാണ് കുഴപ്പമെന്നും സതീശൻ പരിഹസിച്ചു. PM ശ്രീ ആരുമറിയാതെ പോയി ഒപ്പുവച്ചതിന് ശേഷമാണോ മന്ത്രിസഭ ഉപസമിതി രൂപീകരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ബീഹാറിൽ NDA വീണ്ടും അധികാരത്തിലെത്തും. പ്രധാനമന്ത്രി. 1ാം-ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിൽ തീപാറും തെരഞ്ഞെടുപ്പ് പ്രചാരണം. ബീഹാറിൽ വീണ്ടും NDA അധികാരത്തിലെത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കോൺഗ്രസും RJDയും ബീഹാറിലെ ജനങ്ങൾക്ക് നൽകിയത് വഞ്ചനയും വാഗ്ദാനങ്ങളുമാണെന്നും വോട്ടിനായി അവർ ഛഡ്ദേവിയെ അപമാനിച്ചതായും പ്രധാനമന്ത്രി ആരോപിച്ചു. മഹാസഖ്യത്തിന്റെ പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധിയും ബീഹാറിൽ തുടരുകയാണ്. നളന്ദയിലും രാഘോപൂരിലുമായി റാലിയും പൊതുസമ്മേളനവും നടത്തി. മഹാസഖ്യത്തിന് നേരെ ഉയർന്ന ആരോപണങ്ങൾക്ക് രാഹുൽ ഗാന്ധി മറുപടി നൽകി. അതിനിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഗയയിലെത്തിയ ഹിന്ദുസ്ഥാനി അവാം മോർച്ച സ്ഥാനാർത്ഥിയും MLAയുമായ അനിൽകുമാറിനെ ഗ്രാമീണർ ആക്രമിച്ചു. വാഹനത്തിന് നേരെ കല്ലേറുണ്ടായി. റോഡ് നിർമ്മിക്കാത്തതിനെ തുടർന്നാണ് ഗ്രാമീണർ ആക്രമണം നടത്തിയത് എന്നാണ് വിവരം. അനന്തപുരം പൊട്ടിത്തെറി. ഫാക്ടറി പ്രവർത്തിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ. കാസർഗോഡ് അനന്തപുരത്ത് പൊട്ടിത്തെറിയുണ്ടായ ഫാക്ടറി പ്രവർത്തിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് പ്രാഥമിക റിപ്പോർട്ട്. ബോയിൽ ഓപ്പറേറ്റർക്ക് ലൈസൻസ് വേണമെന്ന നിർദ്ദേശം ലംഘിക്കപ്പെട്ടു. അപകട സാധ്യതയുണ്ടെന്ന തൊഴിലാളികളുടെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. 27-ന് വൈകിട്ട് 6:30-യോടെയാണ് വ്യവസായ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഡെക്കർ പാനൽ ഇൻഡസ്ട്രീസ് പ്ലൈവുഡ് ഫാക്ടറിയിലെ ബോയിലർ സ്ഫോടനം നടന്നത്. ഒരാൾ മരിക്കുകയും 8 തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അസം ഉദയഗുരി ബിസ്കുട്ടി ചെങ്കൽമരയിലെ നജീറുൽ അലിയാണ് മരിച്ചത്. ഹാർ സ്വദേശികളായ അബ്ദുൾ റാസ, അസം സ്വദേശികളായ കരിമുൽ, അബു താഹിർ, ഉമർ ഫാറൂഖ്, അബ്ദുൽ ഹാഷിം, ഇൻസാൻ, ഹാബിജൂർ എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ വൻ ശബ്ദമാണുണ്ടായത്. സമീപത്തെ വീടുകളിലും കെട്ടിടങ്ങളിലും ആഘാതമുണ്ടായി. ബോയിലറിന്റെ സേഫ്റ്റി വാൽവ് 1/2 കിലോമീറ്റർ അകലെ ഒരു വീട്ടുപറമ്പിലേക്ക് തെറിച്ചു വീണിരുന്നു. മർദ്ദം കൂടുമ്പോൾ വാൽവ് സ്വയം അടയേണ്ടതാണ്. എന്നാൽ വാൽവ് അടഞ്ഞില്ലെന്നും പറയുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള തന്ത്രം. ക്ഷേമകാര്യങ്ങളിൽ പിണറായിയും മോദിയും ഒരുപോലെ. ബാധ്യത വരുന്നത് അടുത്ത സർക്കാരിന്. KC വേണുഗോപാൽ. കേരളത്തിൽ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മുഖ്യമന്ത്രി ഇപ്പോൾ മോദി സ്റ്റൈൽ നോക്കുന്നു. ക്ഷേമകാര്യങ്ങളിൽ പിണറായിയും മോദിയും ഒരുപോലെ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള തന്ത്രമാണിത്. ബാധ്യത വരുന്നത് അടുത്ത സർക്കാരിനാകുമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട്. നെൽകർഷകർക്ക് 130 കോടി കുടിശ്ശികയാണ്. മോദിയെ അനുകരിക്കുന്നു. 5 വർഷം മുൻപ് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ ശ്രമം നടക്കുന്നു. ജനങ്ങൾക്ക് കിട്ടുന്ന ആശ്വാസം സ്വാഗതം ചെയ്യുന്നു. ജനങ്ങളെല്ലാം മനസ്സിലാക്കും. CPM CPI തർക്കം മറയ്ക്കാൻ ശ്രമം നടന്നു. P ശ്രീ ഒരിക്കൽ ഒപ്പിട്ടാൽ പിന്മാറുവാൻ പറ്റില്ല. തെറ്റുപറ്റിയെന്ന് CPIM സമ്മതിച്ചു. മാപ്പു പറയുവാൻ തയ്യാറാകണം. CPIക്ക് നീതി ലഭിച്ചോ എന്ന് അന്വേഷിക്കട്ടെ. CPI ആശ്വസിക്കട്ടെ. ഒപ്പിടുവാൻ തീരുമാനം എങ്ങനെ വന്നു? മന്ത്രിസഭയിൽ മറച്ചുവെച്ച് ഒപ്പിട്ടു. അതിന് ഉത്തരം കിട്ടണം.
PM ശ്രീ CPM BJP ഡീലിന്റെ ഭാഗമാണെന്നും വേണുഗോപാൽ വിമർശിച്ചു. ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിച്ചത് നിർണയ യോഗം. പറയാനുള്ളത് എല്ലാവരും യോഗത്തിൽ പറഞ്ഞു. സുധാകരൻ പറഞ്ഞത് അദ്ദേഹത്തോട് ചോദിക്കണം. VD സതീശൻ നേരത്തെ പോയത് വ്യക്തിപരമായ ആവശ്യം കൊണ്ട്. അദ്ദേഹം അറിയിച്ചിട്ടാണ് പോയത്. SIR തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജണ്ടയോടെ പ്രവർത്തിക്കുന്നു. നടപടിക്രമങ്ങൾ എളുപ്പമല്ല. ശക്തമായ എതിർപ്പുയർത്തും. വോട്ട് കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. KPCCക്ക് ജംബോ കമ്മിറ്റി എന്നത് തെറ്റിദ്ധാരണ. കഴിവുള്ള ആളുകളെ പരമാവധി ഉൾപ്പെടുത്തും. CPIM സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര ആളുകളുണ്ടെന്നും അദ്ദേഹം ചോദിച്ചു. ആഭിചാരക്രിയയ്ക്ക് കൂട്ടുനിന്നില്ല. കൊല്ലത്ത് ഭാര്യയുടെ മുഖത്ത് തിളച്ച മീൻകറി ഒഴിച്ച് പൊള്ളലേൽപ്പിച്ചു. ഭർത്താവ് ഒളിവിൽ. കൊല്ലം ആയൂരിൽ ആഭിചാരക്രിയയ്ക്ക് തയ്യാറാവാത്തതിന്റെ പേരിൽ ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് തിളച്ച മീൻകറി ഒഴിച്ച് പൊള്ളലേൽപ്പിച്ചു. ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് സംഭവം. ഭാര്യയുടെ ശരീരത്തിൽ സാത്താന്റെ ശല്യമുണ്ടെന്ന് പറഞ്ഞാണ് റജിലയെ ഭർത്താവ് സജീർ ആക്രമിച്ചത്. ഇന്നലെ രാവിലെ മന്ത്രവാദിയെ കണ്ട ശേഷം ജപിച്ചു നൽകിയ ചരടുകൾ ശരീരത്തിൽ ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ ഇരുവരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടാവുകയായിരുന്നു. മുടിയഴിച്ചിട്ട് മന്ത്രവാദ കർമ്മങ്ങൾ നടത്തുവാൻ റജിലയെ നിർബന്ധിച്ചു. വഴങ്ങാതിരുന്നതോടെ അടുക്കളയിലിരുന്ന തിളച്ച മീൻകറി റജിലയുടെ മുഖത്തേക്ക് ഒഴിക്കുകയായിരുന്നു. പൊള്ളലേറ്റ റജിലയുടെ നിലവിളി കേട്ട് നാട്ടുകാരും ബന്ധുക്കളും ഓടിയെത്തി. ആദ്യം ആയൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് അഞ്ചലിലെ ആശുപത്രിയിലും റജിലയെ എത്തിക്കുകയായിരുന്നു. മുഖത്ത് ഗുരുതരമായി പൊള്ളലേറ്റ റജില ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഒളിവിൽ പോയ ഭർത്താവ് സജീറിനെ പിടികൂടുവാനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആഭിചാരക്രിയ നടത്തുവാൻ സജീറിനെ പ്രേരിപ്പിച്ച മന്ത്രവാദിയെ കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങളും പോലീസ് ശേഖരിക്കുകയാണ്. മുൻപ് നിരവധി തവണ ഭർത്താവ് ആക്രമിച്ചിട്ടുണ്ടെന്ന് റജില പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ശബരിമലയിൽ സുഖദർശനം വാഗ്ദാനം ചെയ്ത് പണം തട്ടി ഭക്തർക്ക് നഷ്ടമായത് 10,000 രൂപ. 2 ഡോളി തൊഴിലാളികൾ പിടിയിൽ. ശബരിമലയിൽ സുഖദർശനം വാഗ്ദാനം ചെയ്ത് പണം തട്ടി ഡോളി തൊഴിലാളികളായ 2 പേർ പിടിയിൽ. ഇടുക്കി പീരുമേട് സ്വദേശികൾ കണ്ണൻ R. രഘു എന്നിവരെ പമ്പ പോലീസ് പിടികൂടി. കാസർഗോഡ് സ്വദേശികളായ ഭക്തരാണ് കബളിക്കപ്പെട്ടത്. ഭക്തരിൽ നിന്നും 10,000 രൂപ നഷ്ടമായി. വരി നിൽക്കാതെ ദർശനം സാധ്യമാക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇരുവരും പണം വാങ്ങിയത്. ഒക്ടോബർ മാസം 18-ന് ശബരിമലയിൽ തിരക്ക് മൂലം തീർത്ഥാടകരെ നിയന്ത്രിച്ചിരുന്ന സമയത്ത് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി മരക്കൂട്ടത്ത് നിന്നും നടന്നു വന്ന സംഘത്തെ ഡോളി തൊഴിലാളികളായ പ്രതികൾ ചേർന്ന് ക്യാൻവാസ് ചെയ്ത് കൂടുതൽ സമയം ക്യൂവിൽ നിൽക്കാതെ കൂട്ടിക്കൊണ്ടുപോയി ശബരിമലയിൽ ദർശനം നടത്തിത്തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 10,000 രൂപ വാങ്ങി വാവര് നടയ്ക്ക് സമീപത്ത് എത്തിച്ച ശേഷം കടന്നുകളയുകയായിരുന്നു. അയ്യപ്പ ഭക്തന്മാരെ കബളിപ്പിച്ച് പണം തട്ടിയതായി ലഭിച്ച വിവരത്തെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പമ്പ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതികളെ റാന്നി കോടതിയിൽ ഹാജരാക്കും. കേസിലെ പ്രതികളായ ഡോളി തൊഴിലാളികളുടെ ഡോളി പെർമിറ്റ് റദ്ദാക്കുന്നതിന് ദേവസ്വം ബോർഡിന് കത്ത് നൽകും. ഡോളി തൊഴിലാളികളായി രജിസ്റ്റർ ചെയ്ത ശേഷം ഡോളി ചുമക്കാതെ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കുന്ന ആൾക്കാരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും പമ്പ പോലീസ് അറിയിച്ചു. സുഖം പ്രാപിക്കുന്നു, പിന്തുണച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നന്ദി. ആശുപത്രിയിൽ നിന്നും കുറിപ്പ് പോസ്റ്റ് ചെയ്ത് ശ്രേയസ് അയ്യർ. ഓസ്ട്രേലിയയുമായി സിഡ്നിയിൽ നടന്ന 3ാം ഏകദിന മത്സരത്തിനിടെ വാരിയലിന് പരിക്കേറ്റതിനെ തുടർന്ന് ദിവസങ്ങളായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ ഏകദിന വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ സുഖം പ്രാപിച്ചു വരുന്നതായി താരം തന്നെ സാമൂഹിക മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. ക്യാച്ച് എടുക്കുവാൻ ഡൈവ് ചെയ്യുന്നതിനിടെ പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന 29-കാരനായ താരം തന്നെ പിന്തുണയ്ക്കുന്നവരോടും വിവരം അന്വേഷിച്ച് വിളിക്കുന്നവരോടും എല്ലാം നന്ദി അറിയിച്ചു. ഓരോ ദിവസവും ആരോഗ്യനിലയിൽ പുരോഗതി ഉള്ളതായി താരം വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.